ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച എൻ്റെ ഓൺ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ ദേ ആ ചിക്കനിലേക്കായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇത് ഗരം മസാലയാണ് കേട്ടോ, അതും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു അരമുറി നാരങ്ങയുടെ നീര്, വെളിച്ചെണ്ണ, ഇത് ഇത്രയും ചേർത്താണ് ഇതിൻ്റെ മസാല മിക്സ് ചെയ്യുന്നത്. അപ്പം ആദ്യമേ തന്നെ പറയാം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ അത് ഞാൻ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ചിക്കൻ ഇരുന്നപ്പം വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നോർമലി ഞാൻ എന്തെങ്കിലും റെസിപ്പി ചെയ്യുന്നതൊക്കെ യൂട്യൂബൊക്കെ നോക്കി തന്നെയാണ്, പക്ഷേ ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതാണ്. പരീക്ഷണം വിജയിച്ചു. പ്രത്യേകിച്ച് ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ, എല്ലാം നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ 2 ലെഗ് പീസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അത് മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1.5 മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിലേക്കായിട്ട് കുറച്ച് കുഞ്ഞുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുഞ്ഞുള്ളിയൊക്കെ ഒരുപാട് ചേർക്കാം കേട്ടോ, അപ്പോൾ ടേസ്റ്റ് നന്നായിട്ട് കൂടും. ഇപ്പം ഞാനിപ്പോൾ ചിക്കൻ കുറവായതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ, പിന്നെ പ്രത്യേകിച്ച് പരീക്ഷണവും കൂടി ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളെന്ന് പറയുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുഞ്ഞുള്ളി, ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വഴന്ന് കിട്ടുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് 1 സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും കുക്ക് ചെയ്തെടുത്ത് കഴിയും ചിക്കൻ റെഡിയായി കിട്ടും കേട്ടോ. ഭയങ്കര രുചിയായിരുന്നു കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഈ 1.5 മണിക്കൂർ ഇതിങ്ങനെ നാരങ്ങ നീരൊക്കെ എല്ലായിരുന്നു മസാലയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിരുന്നപ്പോഴത്തേന് ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ മസാലയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് വഴറ്റിയിലായിരുന്നു, അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഉള്ളിയുടെ അളവൊക്കെ എക്സ്ട്രാ ചേർക്കാം കേട്ടോ. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റും കൂടും, പിന്നെ ഇതിൽ കിട്ടുന്ന മസാലയുടെ അളവും കൂടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകൊക്കെ എപ്പോഴും ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കും നല്ലത്, കാരണം അതിൻ്റെ ഫ്ലേവർ പോവാതെ നമുക്ക് കറക്റ്റ് ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിരുന്നാണ് ആ ചിക്കൻ വേകുന്നത്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ചിക്കൻ ഫ്രൈ എന്നോ റോസ്റ്റെന്നോ എങ്ങനെ വേണേലും വിളിക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിലും, പൊറോട്ടയുടെ കൂടെ സ്പെഷ്യൽ കേട്ടോ, കഴിക്കാനായിട്ട് പറ്റും. ഭയങ്കര ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് തണുക്കാനായിട്ട് കാത്തിരിക്കുമായിരുന്നു. എന്നിട്ട് തണുത്ത് എൻ്റെ പൊന്നോ, ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതി വന്നു കേട്ടോ. ചിക്കൻ ഭയങ്കര സോഫ്റ്റായിരുന്നു. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് നോക്കിക്കേ, കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ അങ്ങ് അലിഞ്ഞു പോവുകയാണ്. ഇത്രയും സോഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കിത് അറിയാവുന്നത് തന്നെ ആയിരിക്കാം, പക്ഷേ ഇതെൻ്റെ ഐഡിയ തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. നോർമലി നമ്മളെല്ലാം യൂട്യൂബിൽ നിന്നാണല്ലോ ഓരോ റെസിപ്പി തപ്പിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്.